ഹലോ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇല്ല കേട്ടോ. കാരണം ഇന്ന് രാവിലെ ഞാൻ എണീറ്റിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിച്ചായിരുന്നേ. ഞാനും ഹസ്ബൻഡും മാത്രമേ കഴിച്ചുള്ളൂ. ബാക്കി എല്ലാവരും ചപ്പാത്തിയായിരുന്നു കഴിച്ചത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഇരുന്നിങ്ങനെ പയർ ഒടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ അങ്ങ് വെക്കും. പിന്നീട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കറി വെക്കും. അപ്പോൾ ഇന്ന് മമ്മി ഉണ്ടാക്കുന്നത് ദാൽ റൈസാണ് കേട്ടോ. നമുക്കൊന്ന് കണ്ടു നോക്കാം. കപ്പലിൻ്റെ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. എനിക്ക് തോന്നിയത് എത്ര കഴിച്ചാലും കുഴപ്പമില്ലെന്നാണ്. കാരണം ഇവരൊക്കെ വർഷങ്ങളായിട്ട് ഇത് കഴിക്കുന്ന. ദാദിയുടെ ഒന്നും മുറിയിൽ ഞാനൊരു ടാബ്ലറ്റ് പോലും കണ്ടിട്ടില്ല. അപ്പം ഹെൽത്തി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കണ്ടോ നമ്മുടെ കറിവേപ്പിലിരിക്കുന്നത്. ഞാൻ ആദ്യം വെച്ച് ഇവിടെ ഇതൊക്കെ കിട്ടുമോ എന്ന് ചോദിച്ചു. മമ്മി പറഞ്ഞാൽ ഇവിടെയും കിട്ടും എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ഇടുന്ന സാധനത്തിൻ്റെ പേരാണ് കേട്ടോ ഹിങ്ക് പൗഡർ എന്ന്. ഇതൊരുവിധം എല്ലാ കറിയിലും ഇവർ ഉപയോഗിക്കും. കാരണം നമ്മുടെ വയറ്റിലിത് ഗ്യാസൊന്നും ഉണ്ടാക്കത്തില്ല. അഥവാ ഗ്യാസുള്ള എന്തെങ്കിലും കറിയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ വയറിലങ്ങനെ ഗ്യാസ് ഫോം ചെയ്യത്തില്ല ഇത് യൂസ് ചെയ്താലെന്നാണ് മമ്മി എന്നോട് പറഞ്ഞത്. lila dalam sana. മുളക് പൊടി ഇടണ്ടേന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് മുളക് പൊടിയുടെ ആവശ്യമില്ലാന്ന്. गुजराती दाल। എന്ത് കറിക്കും ഇത് ഉപയോഗിക്കാം കേട്ടോ. ഇത് നമ്മുടെ കായത്തിൻ്റെ കൂട്ട് അങ്ങനെ ടേസ്റ്റൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ കോവയ്ക്ക് ഇവിടെ ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തിട്ട് മെഴുകുവരട്ടി വെക്കാമെന്ന് വെച്ചിട്ട് അരിയ വരുന്നത്.
ഈ കറി ഞാനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, മമ്മി തന്നെ ഉണ്ടാക്കി പഠിപ്പിക്കുകയാണ്. ഇത് ഏകദേശം നമ്മുടെ ഒരു തീയലിൻ്റെ പോലെ വരും. കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടിയൊക്കെ ഒഴിച്ചിട്ട് ഇച്ചിരി ഗ്രേവിയുള്ളൊരു കറിയായിട്ടാണ്. ഈ കാണുന്ന ഇവരുടെ പ്രധാനപ്പെട്ടൊരു മസാലയാണ് കേട്ടോ. ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. വെളുത്തുള്ളിയും മുളക് പൊടിയും കൂടെ ഇടിച്ചിട്ട് ഇങ്ങനെ ഒരാഴ്ചത്തേക്കുള്ളത് ഇങ്ങനെ ഇടിച്ച് സൂക്ഷിച്ച് വെക്കും. അപ്പോൾ ആവശ്യമുള്ള കറിയിലൊക്കെ അത് 1-2 സ്പൂണ് ചേർക്കും. गार्लिक, हाँ गार्लिक और चिल्ली दोनों मिक्स. ഇതാ മമ്മി ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ പേരാണ് ചാസ്, അതായത് നമ്മുടെ മോരും വെള്ളം. പക്ഷേ ഇതിൽ ഉപ്പും മുളകും ഒന്നും ചേർക്കത്തില്ല. ജസ്റ്റ് വെള്ളം കുറച്ച് ഐസും ഇട്ടിട്ട് ഇങ്ങനെ കലക്കിയെടുക്കുവേ. എന്നിട്ട് ഫുഡ് കഴിക്കുമ്പം വെള്ളത്തിന് പകരം ഇതാണ് അവർ കുടിക്കുന്നത്. ഇതിങ്ങനെ കുടിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം വല്ലതും ഉണ്ടോ എന്ന് മമ്മിയോട് ചോദിച്ചപ്പോൾ മമ്മിക്കൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ചുമ്മാ ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ടു തൈര് കഴിക്കുന്നത് നമ്മുടെ കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും വയറ്റിൽ എന്താ പറയുക നല്ല ബാക്ടീരിയ ഉണ്ടാവാൻ സഹായിക്കും എന്നൊക്കെ. ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും കാരണം. ഞാനിനി എൻ്റെ മെഴുക്കുവരട്ടി വെക്കുകയാണ് കേട്ടോ. എന്നോട് ഹസ്ബൻഡ് പ്രത്യേകം പറഞ്ഞു നമ്മൾ വെക്കുന്ന പോലെ വെച്ചാൽ മതി കേട്ടോ നാട്ടിൽ എന്ന്. അപ്പം ഞാനതുകൊണ്ട് ആ ഇടിച്ച മസാലയൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് മുളക് പൊടിയും ഉപ്പും കുറച്ച് മല്ലിപ്പൊടിയും അതൊക്കെ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അവിടെ സിങ്ക് അങ്ങനെ കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തോന്നണ്ട കേട്ടോ. കാരണം അവിടെ വെജിറ്റബിൾസ് മാത്രമേ വാഷ് ചെയ്യത്തുള്ളൂ. കുക്ക് ചെയ്യുമ്പം കുറച്ച് വെള്ളം എടുക്കാനോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും സ്പൂൺ കഴുകാനോ അങ്ങനെയൊക്കെ. അല്ലാതെ പാത്രം കഴുകുന്ന വെച്ചാൽ പാത്രം ഒന്നും അവിടെ കഴുകാറില്ല. അതൊക്കെ വെളിയിൽ കഴുകാനായിട്ട് പ്രത്യേകിച്ചൊരു സ്പേസ് ഉണ്ട്. કાચનો ધોયેલો હતો ને
ഓയിൽ കണ്ട് പേടിക്കണ്ട കേട്ടോ, ഈ സാധനത്തിന് ഇത്രയും ഓയിൽ വേണമെന്നാണ് മമ്മി പറയുന്നത്. I know how it is. Wait a minute. कितना टाइम? थोड़ी देर, थोड़ी You like the saree that you were wearing today? Good, right? Then take. Telling that. Take. If you like it. You like it? Confused, Jimmy?